ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ സ്റ്റോറി സാഗ. രണ്ട് ചങ്ങാതിമാർ. ഒരു പാവം കുട്ടിയായിരുന്നു രാമു. അവന്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയിരുന്നു. രണ്ടാനമ്മയാണ് രാമുവിനെ വളർത്തിയത്. രണ്ടാനമ്മ രാമുവിനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വഴക്കു പറയുമായിരുന്നു. രാമുവിന്റെ അച്ഛന് പട്ടണത്തിലാണ് ജോലി. അവധി ദിവസങ്ങളിലെ വീട്ടിൽ വരാറുള്ളൂ. അപ്പോൾ മാത്രമാണ് രാമുവിന് വാത്സല്യം കിട്ടിയിരുന്നത്. രാമുവിന് പ്രിയപ്പെട്ട ഒരു അണ്ണാറക്കണ്ണനുണ്ടായിരുന്നു. രാമുവിന്റെ വീട്ടിലെ മുറ്റത്തുള്ള മാവിന്മേലാണ് അവന്റെ താമസം. ചിഞ്ചു എന്നാണ് അവന് പേരിട്ടിരിക്കുന്നത്. ചിഞ്ചു വേഗം വരൂ എന്ന് രാമു വിളിക്കുമ്പോഴൊക്കെ മരക്കൊമ്പിലെ പൊത്തിൽ നിന്ന് ചിഞ്ചു ഓടി വന്നു. ഒരു ദിവസം രണ്ടാനമ്മ രാമു വികൃതി കാണിച്ചതിന് ദേഷ്യപ്പെട്ട് ഭക്ഷണമൊന്നും കൊടുത്തില്ല. രാമു വിശന്ന് തളർന്ന് കരഞ്ഞിരിക്കുമ്പോൾ ചിഞ്ചു അവിടെ എത്തി. ചെങ്ങാതി, എന്തു പറ്റി? എന്തു തന്നെയായാലും എന്നോട് പറയൂ. ഇത് കേട്ട് രാമു പറഞ്ഞു, വല്ലാതെ വിശക്കുന്നു ചിഞ്ചു. ഇന്ന് ഇളയമ്മ ഒന്നും തന്നില്ല. ഞാൻ വികൃതി കാണിച്ചതിന് കണക്കറ്റ് വഴക്കു പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ചിഞ്ചുവിന് വിഷമം തോന്നി. അവൾ ഉടനെ അവന്റെ പൊത്തിലേക്ക് ചിൽ ചിൽ എന്ന് കരഞ്ഞുകൊണ്ട് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വാഴപ്പഴവുമായി തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, രാമു, തൽക്കാലം നീ ഇത് കഴിച്ചോളൂ, വിശപ്പ് മാറിക്കോളും. അത് കണ്ടപ്പോൾ രാമുവിന് സന്തോഷമായി. അവൻ ഉടൻ തന്നെ അത് വാങ്ങിക്കഴിച്ചു. വിശപ്പ് മാറിയപ്പോൾ അവൻ തൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ വിഷമമെല്ലാം മാറി കളിക്കുകയും ചെയ്തു. അപ്പോഴേക്കും രാമുവിൻ്റെ അച്ഛൻ അവധിയായതിനാൽ വീട്ടിലെത്തി. അച്ഛനെ കണ്ടപ്പോൾ രാമുവിന് സന്തോഷമായി. അച്ഛൻ കൊണ്ടുവന്ന പലഹാരങ്ങൾ ചിഞ്ചുവിനും കൊടുത്ത് രാമു പറഞ്ഞു, ചെങ്ങാതി, നമ്മുടെ സ്നേഹം എന്നും നിലനിൽക്കണം. നമുക്ക് എല്ലാ കാലവും സ്നേഹത്തോടെ കഴിയണം. വിഷമങ്ങൾ വരുമ്പോൾ പരസ്പരം സഹായിക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ. ചിഞ്ചു എന്നാൽ ചിൽ ചിൽ എന്ന് കരഞ്ഞുകൊണ്ട് അത് ശരിയാണെന്ന് തലയാട്ടി. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.